കേശവൻ നായരും സാറാമ്മയും സ്നേഹിച്ച് കല്യാണം കഴിക്കുകയാണ്. സാറാമ്മ ക്രിസ്ത്യാനിയാണ്, കേശവൻ നായർ ഹിന്ദുവാണ്, എല്ലാവർക്കും അറിയുന്ന പോലെ. അവര് കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ ഹണിമൂൺ പീരീഡില് ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ഒരു ചായക്കട. അവിടെ ചായക്കടയിൽ കയറി കഴിഞ്ഞ സാധാരണ പറയും 2 കാപ്പി എന്ന് പറയും. നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥ, കാപ്പി കൂടുതൽ കഴിക്കുന്നത് ക്രിസ്ത്യാനികളാണ് അല്ലെ? എല്ലാ നാട്ടിലും, കേരളത്തിലെ എല്ലാ ഭാഗത്തും അങ്ങനെയാണ്. കപ്പയും കാപ്പിയും എന്തുകൊണ്ടാ പറയില്ല, അങ്ങനെ ഒരു ട്രഡീഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ മതക്കാരനും പ്രത്യേകം പ്രത്യേകം ഭക്ഷണം പോലും ഉണ്ട്. നമ്മള് ഈ പത്തിരി കോഴിയിറച്ചി എന്ന് പറഞ്ഞ ആരെയാ ഓർമ്മ വരിക? അതൊന്നും പറയാനൊന്നുമില്ല അല്ലേ? സാമ്പാറും ചോറും തിന്നിട്ടുള്ളത്. അതേപോലെയാണ് കപ്പയും കാപ്പിയും. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മളൊരു അവിടെ പോലും ഒരു വിഭാഗീയത നമ്മൾ ഉണ്ടാക്കി. അപ്പൊ കേശവൻ നായരും സാറാമ്മയും കൂടി ഹോട്ടലിൽ കയറിയപ്പോ സാറാമ്മ പറഞ്ഞ് 2 കാപ്പി, കേശവൻ നായർ ഉടനെ പറഞ്ഞ് 2 ചായ. എന്താന്ന് ചോദിച്ചാൽ സാറാമ്മ കാപ്പി കുറിച്ച് ശീലിച്ച ആളാണ്. പക്ഷെ അവര് അപ്പൊ വിചാരിക്കുകയാണ് എന്റെ ഭർത്താവും ഇനി മുതൽ കാപ്പി കുടിച്ചാൽ മതി. ഭർത്താവ് ഇത്രയും കാലം ചായ കുടിച്ച് ശീലിച്ച ആളാണ്. അയാൾ വിചാരിക്കുകയാണ് ഇനി മുതൽ എന്റെ ഭാര്യ ചായ കുടിച്ചാൽ മതി. നമ്മൾ ഇത്രത്തോളം പോകുന്നില്ലെങ്കിലും നമ്മളെല്ലാവരും ഈ ശീലം കൊണ്ടുനടക്കുന്നവരാണ്. ഞാനും വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്ന് വരുന്നു. പക്ഷെ എന്റെ ശീലങ്ങൾ ഇനി മുതൽ എന്റെ പാർട്ട്ണർ സഹിച്ചുകൊള്ളണം എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ അതപ്പോഴും കൂടെ പാലിച്ചുകൊള്ളണം എന്ന് പറയുന്നതിൽ ന്യായമുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ലേ? ഉണ്ട്. നമ്മൾ അറിയാതെ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും. അതിൽ കൂടുതലും സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത് കൂടുതലും സ്ത്രീകളാണ്. അവരുടെ ഇപ്പൊ നമ്മളൊക്കെ പണ്ട കാലത്തൊക്കെ അറിയാം, സാരി ഉടുത്താൽ കല്യാണം കഴിയുന്ന ഉറപ്പാണ്. കല്യാണം കഴിയാത്ത സ്ത്രീകൾ സാരി ഉടുത്താറില്ലായിരുന്നു മുൻകാലങ്ങളിൽ. ഇപ്പൊ കുറേശ്ശെ കുടുത്തക്കെട്ട കൊണ്ടുള്ളത് എന്നാ പറയാ, അത് ഉടുത്താൽ കുടുത്തക്കെട്ടുന്നു അല്ലേ? കുറച്ചൊരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ എല്ലാ ശീലങ്ങളിലും അവരുടെ ഉറങ്ങുന്ന സമയം മാറും, അവരുടെ ഭക്ഷണശീലങ്ങൾ മാറും കുറെയൊക്കെ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കുന്ന ഉമ്മാമാരില്ലേ, പെണ്ണുങ്ങൾ, അവര് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കും. ഭർത്താവിന്റെ ഇഷ്ടം ചോദിക്കും, മക്കളുടെ ഇഷ്ടം ചോദിക്കും. ഇന്നേ വരെ ഏതെങ്കിലും ഒരു ഉമ്മ അവരുടെ ഇഷ്ടത്തിന് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താ അവര് സാക്രിഫൈസ് ചെയ്യാം സ്വയം. ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ചിന്തിച്ചപ്പോഴാണെന്നറിയോ, എന്റെ മകള് പിന്നെ ബാംഗ്ലൂർ പഠിക്കാണ് +1. ഒരു വെക്കേഷന് വീട്ടിൽ വന്ന സമയത്ത് രാവിലെ ഏതൊരു ഫുഡ് കഴിച്ചിട്ട് ദോശയോ ഇഡ്ഡലിയോ എന്തോ കണ്ടപ്പോ ഇന്ന് ഇഡ്ഡലിയാണോ അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ഞാൻ ഏത് കൗൺസിലിംഗ് ക്ലാസ്സിലും ഞാൻ ഉപദേശിക്കുന്നു, ഫാമിലി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഭാര്യ ഭർത്താക്കന്മാരും മക്കളും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അത് ബുദ്ധിമുട്ടാൻ തോന്നും. അത് സാധ്യമാണോ എന്ന് തോന്നും. സാധ്യമാണ്. ഈ സാധ്യമല്ലാത്തതിന്റെ ഒരു ദോഷം നമ്മുടെ സൊസൈറ്റിക്ക് അനുഭവിക്കുക. എന്താ, രാവിലെ എഴുന്നേറ്റ് 8 മണിക്ക് ഭർത്താവ് ഭക്ഷണം കഴിച്ചിട്ട് കടയിൽ പോകും, അല്ലെങ്കിൽ ഓഫീസിൽ പോകും. ഒരു 8:30 മണിയാകുമ്പോൾ മക്കള് ഭക്ഷണം കഴിച്ചിട്ട് സ്കൂളിൽ പോകും. ഇതെല്ലാം കഴിഞ്ഞപ്പോ എല്ലാവർക്കും കുറേശ്ശെ ബാക്കി ഉണ്ടാവും. ഇതെല്ലാം കൂടി തിന്നലാണ് ആരുടെ പണി? ഭാര്യയുടെ. ഇതെല്ലാം കൂടി തിന്നിട്ട് ഇവിടെ ഇങ്ങനെയാവും പറയുന്നത്. അവർക്ക് കൃത്യമായി അവർക്ക് ഇന്ന ഫുഡാണെന്നില്ല, ഇത്ര അളവെന്നില്ല. ഒരു വേസ്റ്റ് ബാസ്കറ്റ് പോലെ. ലാസ്റ്റ് ഐ ആം സോറി ടു സേ, സത്യത്തിൽ അങ്ങനെയാണ് അല്ലേ? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? ഇത് പെണ്ണുങ്ങൾ സന്തോഷത്തിലും വേണ്ട, ഇതുപോലെ ആണുങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന മേഖല വേറെയുണ്ട്. കുറെ അവർക്ക് അവരുടെ പല ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ നിന്ന് അവർക്ക് മാറി നിൽക്കേണ്ടി വരാറുണ്ട് പലപ്പോഴും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവർക്ക് ചില ബന്ധുവീടുകളിൽ പോകാൻ റെസ്ട്രിക്ഷൻ വെക്കാറുണ്ട്. ഈ നേരത്തെ സാറാമ്മ കാപ്പി കുടിക്കാൻ നിർദ്ദേശിച്ചപ്പോഴതിന്റെ വലിയ രൂപമാണ് ഇതൊക്കെ. കാപ്പിക്ക് പകരം അതിന്റെ വലുത്. ഇത് സത്യത്തിൽ നമ്മുടെ സമാധാനവും സന്തോഷവും എടുക്കുന്നുണ്ടോ ഇല്ലയോ? പറയണം. ഉണ്ടോ ഇല്ലയോ? നമ്മൾ നേരെ തിരിച്ചാ മനസ്സിലാക്കുന്നത്. എന്താ, ഭാര്യ വിചാരിക്കുകയാണ്
ഭർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ മാറിക്കഴിഞ്ഞാൽ വീട്ടിൽ സമാധാനം ഉണ്ടാകും, ഭാര്യയുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ മാറിക്കഴിഞ്ഞാൽ വീട്ടിൽ സമാധാനം ഉണ്ടാകുമെന്ന് ഭർത്താവ് വിചാരിക്കുന്നു. അങ്ങനെ സമാധാനം ഉണ്ടാവില്ല. സമാധാനം തിരിച്ചെങ്ങനെയാണെന്നറിയാമോ? സാധാരണ കാപ്പിയും കേശവൻ നായർ ചായയും കുടിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കണം. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ ആലോചിച്ചു, അതെങ്ങനെയാ സാധ്യമാവുക? എങ്ങനെയാണ് സാധ്യം? പരസ്പര ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കുക എന്നതിനപ്പുറം കുറച്ചും കൂടി ആഴത്തിലൊന്ന് പറയാം. ഭാര്യ ഒരു വ്യക്തിയാണ്, ഭർത്താവ് ഒരു വ്യക്തിയാണ്, രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. ഞാൻ എന്റെ ഒരു കല്യാണത്തിന് പ്രസംഗിക്കാൻ വിളിച്ചു, കുത്തുബ പറയാൻ. അപ്പൊ കുത്തുബ എന്ന് പറയുന്ന ഒന്ന് കല്യാണത്തോടനുബന്ധിച്ചിട്ട് ഇല്ലാന്ന് അറിയുന്നതാണ് ഞാൻ. പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്നതിന് ആദ്യം പറയാതെ കരുതി ഞാൻ പോകും. ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, രണ്ട് ഭാര്യ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്ന സത്യത്തിൽ രണ്ട് നാടുകൾ തമ്മിലാണ് കല്യാണം കഴിക്കുന്നതെന്നാണ് എന്റെ കാഴ്ചപ്പാട്. രണ്ട് വ്യക്തികൾ തമ്മിലല്ല. കാരണം ഈ വ്യക്തി വരുമ്പോൾ ഈ വ്യക്തിക്ക് ഒരു അച്ഛനുണ്ട്, ഒരു അമ്മയുണ്ട്, ആങ്ങളമാരുണ്ട്, പെങ്ങളമാരുണ്ട്, അവർക്കുണ്ട്. അതുപോലെ ഇവർ തമ്മിലും ബന്ധുത സ്ഥാപിക്കുക. ഒപ്പം അവരുടെ നാടുകൾക്ക് ഒരു സംസ്കാരമുണ്ട് രണ്ടുപേർക്കും. ആ സംസ്കാരങ്ങൾ എത്രത്തോളം ഭാഷ പോലും വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ കണ്ണൂരെ ഭാഷയും തളിപ്പറമ്പിലെ ഭാഷയും വ്യത്യസ്തമാണ്. ഒന്നല്ല, ഞാൻ തളിപ്പറമ്പിലാണ് പഠിച്ചത്. എനിക്കറിയാം കണ്ണൂര് ഇപ്പൊ എന്തോളി എന്ന് ചോദിച്ചാൽ തളിപ്പറമ്പുകാർക്ക് മനസ്സിലാവില്ല. എന്തോളി എന്ന് അല്ലെ കണ്ണൂരേക്കില്ലേ? എന്താ കുന്തോട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ഇല്ല, എങ്ങനെ ചോദിക്കാം? ആ ചോദ്യം തളിപ്പറമ്പുകാർക്ക് മനസ്സിലായില്ല. 20 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. പക്ഷെ ഭാര്യ തളിപ്പറമ്പെന്നായിരിക്കും, ഭർത്താവ് കണ്ണൂരിൽ നിന്നാണെങ്കിൽ എന്താ സംഭവിക്കുക? രണ്ട് ഭാഷകൾ, രണ്ട് സംസ്കാരങ്ങൾ, രണ്ട് ബന്ധുതകൾ, രണ്ട് നാടുകൾ ഒരുമിച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഒറ്റ രാത്രി കൊണ്ട് ഒരാൾക്ക് സംസ്കാരം മാറാൻ കഴിയുമോ? സ്വഭാവങ്ങൾ മാറാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? We have to identify or recognize that she is an individual, an independent personality. ചുരുക്കി പറഞ്ഞാൽ അവൾ ഒരു വ്യക്തിയാണ് എന്ന് അംഗീകരിച്ചു കൊടുത്താൽ മതി. അവൻ ഒരു വ്യക്തിയാണ് എന്ന് അംഗീകരിച്ചു കൊടുത്താൽ മതി. ഇത് പറയുമ്പോൾ പെണ്ണുങ്ങൾ വിചാരിക്കേണ്ട ആട്ടിൽ മാത്രമല്ല അംഗീകരിക്കാത്തത്. എന്റെ നാട്ടിൽ ഒരു പോലീസുകാരുണ്ടായിരുന്നു. അയാൾ എല്ലാവർക്കും ആജ്ഞാപിക്കും. അയാളെ കുറിച്ച് സാധാരണ പോലീസുകാർ പറയാ ഇയാൾ പുലിയാണ്. അപ്പൊ ഇപ്പൊ തമാശ ചോദിച്ചു, വീട്ടിലും ഇങ്ങനെ പുലി തന്നെയാണോ എന്ന് ചോദിച്ചു. വീട്ടിലും. അപ്പൊ പറഞ്ഞാൽ അതെ, വീട്ടിൽ പുലി തന്നെയാണ്, പക്ഷെ പുറത്ത് ദുർഗാദേവി ഉണ്ടാവും. അപ്പൊ ഈ പുലിയെ നിയന്ത്രിക്കുന്ന ദുർഗാദേവിമാരാണ് അധികവും, ഇല്ലേ? അല്ലാതെ ഇവിടെ രണ്ടും പഠിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അംഗീകരിക്കണം, അതൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം അവർ കളഞ്ഞു കുടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് എന്താ ആവശ്യപ്പെടുന്നത്? നീ മരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ദാറ്റ് മീൻസ് ഞാൻ എന്റെ വ്യക്തിത്വം നശിപ്പിച്ചുകൊണ്ട് എന്റെ ഭാര്യയുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ എനിക്ക് സമാധാനം ഉണ്ടാവുമോ? സന്തോഷം ഉണ്ടാകുമോ? ഉണ്ടാവില്ലല്ലോ. എനിക്ക് സന്തോഷം ഇല്ലെങ്കിൽ എന്റെ വീട്ടിൽ സന്തോഷം ഉണ്ടാകുമോ? ഇല്ല. പക്ഷെ ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത് ഉപേക്ഷിക്കുന്നത്? സന്തോഷത്തിന് വേണ്ടി. എന്നിട്ട് ഉപേക്ഷിച്ചപ്പോ എന്താ സംഭവിച്ചത്? അതേ സന്തോഷം ഇല്ലാതായി. ഇനി നൗ യു ചെക്ക്. നിങ്ങളുടെ വീട്ടുകളിൽ സന്തോഷം നഷ്ടപ്പെട്ടതിന്റെ ഒരു കാരണം ഇതാണോ അല്ലയോ? ആലോചിച്ചു. ആണോ അല്ലയോ? ഇല്ലേ? ഒരു കാരണം അതാണ്. എന്റെ ഇഷ്ടങ്ങൾ മാത്രം അനുസരിച്ച്, എന്റെ ഇഷ്ടങ്ങളെ മാത്രം മാനിച്ച് അതിനു വേണ്ടി അവൾ അല്ലെങ്കിൽ അവൻ മാറണമെന്ന ചിന്ത നമ്മൾ ഉപേക്ഷിച്ചു. ഇത് നമ്മളിൽ ആദ്യകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണത്തിന്റെ ആദ്യഘട്ടത്തിലൊന്നും ഇതില്ല. ആദ്യഘട്ടത്തിൽ തമാശക്ക് പറയാറുണ്ട്, കല്യാണം കഴിഞ്ഞാല് ഒരു 3-4 മാസം വരെ ബസ്സിൽ കയറിയ രണ്ടാൾക്കും കൂടി ഒരു ടിക്കറ്റ് മതി എന്ന് പറയാം. അവളെ എന്നെ മടിയിലിട്ടുകൊള്ളാം. ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്ലേറ്റ് മതി എന്ന് പറഞ്ഞില്ലേ? എത്ര ദിവസം ഉണ്ടാവുമെന്നോ? ആ എന്തൊരു സ്നേഹമായിരുന്നു പറയാനൊക്കെ ഒരേ പ്ലേറ്റ്. ഇതെങ്ങനെയാ? ബസ്സിൽ ആദ്യത്തെ ഒരു 3-4 മാസം ഒരു സീറ്റ് മതി. കുറച്ച് കഴിയുമ്പോൾ പറയും, അവളോട് പറയും നീ മുമ്പിൽ കയറിക്കാൻ ഞാൻ പുറകിലുണ്ടാവും. പിന്നെ ഒരു കൊല്ലം കഴിയുമ്പോൾ പറയും നീ ആ ബസ്സിൽ പോയിപ്പോ അടുത്ത ബസ്സിൽ വന്നോളാം ഞാൻ. അല്ലേ? ഇത് ഗ്രാജുവൽ ആയിട്ടാണ് ഇത് നമുക്ക് നഷ്ടപ്പെട്ടത്. ഒരു തിരിച്ചു നടത്തം ആവശ്യമാണ്.
തിരിച്ചു നടത്താൻ കുടുംബത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, മൊത്തം സൊസൈറ്റിക്ക് തിരിച്ചു നടത്താൻ ആവശ്യമാണ്. ആ സൊസൈറ്റിക്ക് തിരിച്ചു നടത്താൻ ഉണ്ടാവണമെങ്കിൽ കുടുംബത്തിന് വേണം. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളൊക്കെ ഈ മനുഷ്യകുലത്തിന്റെ ആദ്യ കാലത്ത് ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചവരാണ്. അന്ന് ആർക്കും വിഭാഗീയതകളില്ല, ഗോത്രങ്ങളില്ല. മനുഷ്യൻ ഒന്നാണ്, ഒറ്റ മനുഷ്യൻ. അവർക്ക് നെഗറ്റീവായ ഒരു വികാരങ്ങളുമില്ല. കാരണം കുട്ടികളെ പോലെയാണ്. കുട്ടിക്ക് ഭയമില്ല, ലജ്ജയില്ല. ഉണ്ടോ? നെഗറ്റീവായത് ഒന്നുമില്ല. ലജ്ജയെ കുറിച്ച് സംശയം വന്നു. ലജ്ജ നല്ല വികാരമല്ലേ? കാരണം ലജ്ജ ഉണ്ടാകുമ്പോൾ നമ്മുടെ പല മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കില്ലേ? ഉദാഹരണമായിട്ട് നമ്മള് ഇത്തരം ഒരു മേഖലയിൽ ഇറങ്ങി പെൺകുട്ടികൾ ഓപ്പണായിട്ട് സംസാരിച്ചു തുടങ്ങിയാൽ അവരുടെ പല പോരായ്മകളും അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു അതിന് പറയാൻ വാക്കില്ല, നമ്മൾ കണ്ടെത്തിയ കുറെ വാക്കേ ഉള്ളൂ. ഒരു കുരുത്തകളിലേക്ക് എത്താതെ പോവില്ലേ, രക്ഷപ്പെടില്ലേ, ഒരു പ്രൊട്ടക്ഷൻ ഇല്ലേ എന്നൊക്കെ ഒരു ചിന്തയില്ല. ഞാൻ നല്ലത് എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം. ഞാൻ പഠിച്ച മദ്രസയില് സാഹിത്യ സമാജം എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടല്ലോ അല്ലെ? അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നബിദിനാഘോഷം വരുന്ന സമയത്ത് കുറെ പ്രസംഗങ്ങൾ, കുറെ പാട്ടുകൾ ഒക്കെ എഴുതിയിട്ട് തന്നിട്ട് ഉസ്താദന്മാർ നമ്മളോട് നിർബന്ധമായിട്ട് പറഞ്ഞോളം പറയും. അപ്പൊ എന്നോട് അങ്ങനെ പറയുമ്പോൾ എനിക്ക് നബിദിനത്തിന് ഒരാഴ്ച മുമ്പ് പനി വരും, പിന്നെ പോണ്ട് പോവില്ല. എല്ലാ കൊല്ലവും വരും. സ്ഥിരമായി ഉറുസിനെ കുറിച്ച് പറയാനുള്ള പോലെ സ്ഥിരമായി വരുന്ന പനിയാണ്. പക്ഷെ ഒരു കൊല്ലം എന്റെ ഒരു ഉസ്താദ് പറഞ്ഞു, ഇക്കൊല്ലത്തിന്റെ പനിക്ക് നിന്നെ വിട്ടുകൊടുക്കില്ല. അയാൾ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ വന്നേ പറ്റൂ, പ്രസംഗിച്ചേ പറ്റൂ. എന്റെ ഉപ്പാനോട് പറഞ്ഞപ്പോ ഉപ്പവും അയാളോട് കൂടി. അങ്ങനെ ചിലപ്പോ ഈ അച്ഛന്മാര് ചതിച്ചുകളി അപ്പുറം കൂടി കളിക്കും. അപ്പൊ കൂടി എനിക്ക് നിർത്തിയില്ല. അപ്പൊ ഞാൻ ഒരു ഡിമാൻഡ് വെച്ചു, ഞാൻ ഒറ്റയ്ക്ക് സ്റ്റേജിൽ എടുക്കുന്നില്ല, ഒരാളും കൂടെ വരും. പ്രസംഗിക്കാൻ രണ്ടാളെ കേൾക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഞാൻ വിചാരിച്ച അതിൽ രക്ഷപ്പെടുന്ന. പക്ഷെ ഉസ്താദ് പറഞ്ഞ ആയിക്കോട്ടെ, രണ്ടാളൊക്കെ എന്നിട്ട് ഇയാൾക്ക് പണിയെടുക്കുന്നുണ്ടോ? ഒരു അറബി പ്രസംഗവും അതിന്റെ ട്രാൻസ്ലേഷനും. അപ്പൊ രണ്ടാളായിരുന്നു. ഞാൻ മലയാളം പറയണം, അയാൾ അറബി പറയും. എന്നിട്ട് ഇത് എഴുതി തന്നു. ഞാൻ ബൈഹാർട്ട് പഠിച്ചു. പക്ഷെ എനിക്ക് കൃത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത് എനിക്കറിയില്ല. അവനും അറിയില്ല അവൻ എന്താ പറയുന്നത്. അവനെന്തോ പറയും, ഞാൻ എന്തോ പറയും. എന്നിട്ട് ഇതിനത്തിന്റെ ദിവസം ഇങ്ങനെ പോയി നിങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുക. ഓരോ ആളും കഴിയുമ്പോൾ ഇങ്ങനെ എനിക്ക് പേടി ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടി 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 വരികയാണ്. എന്താ അതിന് പറയാ? ഈ ഹാർട്ട് ബീറ്റ് എന്ന് വെച്ചാൽ എന്താ, എന്താണത്? മലയാളം അല്ല ചോദിച്ചത്. വാട്ട് ഇസ് ഇറ്റ്? സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആക്ച്വലി വാട്ട് ഇസ് സ്റ്റേജ് ഫ്രൈറ്റ്? ഈ സ്റ്റേജ് ഫ്രൈറ്റ് ആണ് ലജ്ജ. യുനോ എന്താ ലജ്ജ? ലജ്ജ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ അയാൾ എന്ത് വിചാരിക്കും എന്ന പേടി. അല്ലേ? അതല്ലേ ലജ്ജ? ആണല്ലോ. ലജ്ജ എന്നൊരു വാക്കിൽ ഒതുക്കി വെക്കാൻ പറ്റിയ നെഗറ്റീവ് വികാരമല്ലാതെ അത് വലിയൊരു നെഗറ്റീവാണ്. പേടിയാണ് ലജ്ജ. സത്യം പറഞ്ഞാൽ പേടിയാണ്. എന്തിനെ കുറിച്ചുള്ള പേടി? പലതിനെ കുറിച്ചുണ്ട്. പ്രേതത്തെ പേടിക്കുന്നവരുണ്ട്, പ്രേതത്തെ പേടിയില്ലാത്തവരുണ്ട്. കത്തിയെ പേടിക്കുന്നവരുണ്ട്, കത്തിയെ പേടിയില്ലാത്തവരുണ്ട്. തീയെ പേടിക്കുന്നവരുണ്ട്, തീയെ പേടിയില്ലാത്തവരുണ്ട്. അതുപോലെ അവനെന്ത് വിചാരിക്കും എന്നതിനെ പേടിക്കുന്നവരുണ്ട്, അത് പേടിക്കാത്തവരുണ്ട്. അവനെന്ത് വിചാരിക്കും എന്ന പേടിയെ നമ്മൾ ലജ്ജ എന്ന് പറയും. സോ ഐ വാസ് അഷെയിംഡ്. ആ ലജ്ജയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോ അതിന് നിമിഷം ഇത് വർദ്ധിച്ചു വരിക. കുറെ കഴിഞ്ഞ് ഹംസ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ മുമ്പിൽ വലിയൊരു കുഴി, പിന്നെ ഇരുട്ട് ഒന്നും ഓർമ്മയില്ല. കുറച്ച് കഴിയുമ്പോൾ മുഖത്തിങ്ങനെ വെള്ളം വീഴുമ്പോഴാണ് ഞാൻ ഉണർന്നത്. ഞാൻ കരുതി ബോധം കെട്ടതാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ കരുതി ബോധം കെട്ടാലും സാരമില്ല, രക്ഷപ്പെട്ടല്ലോ. പക്ഷെ രക്ഷപ്പെട്ടില്ല. ഉസ്താദ് പൊക്കിയിട്ട് കൊണ്ടിട്ട് സ്റ്റേജിൽ അവിടുന്നാണ് വെള്ളം കൊടുത്തത്. മനസ്സിലാക്കണം? ഇയാൾ വിടാൻ ഭാവമില്ല. ഞാൻ ഉണർന്നപ്പോ അയാളെ ആ പോയി പ്രസവിച്ചു. പിന്നെന്താ നിവൃത്തിയല്ലോ. ഞാൻ പോയി നിന്നു, അവൻ നിന്നു. അവൻ അറബിയിൽ തുടങ്ങി പ്രസംഗിക്കാൻ. അപ്പൊ ഞാൻ അതിന്റെ മലയാളം പറയാണ്, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ. എനിക്ക് ബഹുമാനം എന്താണെന്ന് അറിയില്ല, അധ്യക്ഷൻ എന്താണെന്ന് അറിയില്ല. ഞാൻ പറയുക, അവൻ പറയുന്നത് ഞാനും പറയുന്നു. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കുറെ കഴിയുമ്പോണ്ടല്ലോ സ്ഥിതിക്ക് എന്റെ സ്റ്റോക്ക് തീർന്നു. അവന്റെ പിന്നെയും പറഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്ക് കുറെ വിട്ടുപോയി. പിന്നെ മലയാളത്തിൽ നിന്ന് അറബിയിലേക്കായി ട്രാൻസ്ലേഷൻ. അതാണ് എന്റെ ആദ്യത്തെ സ്റ്റേജ്. ഞാനാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. വൈ ഐ ഡ്രോപ്ഡ് ബാക്ക് ദാറ്റ് ഷെയിം. ആ ലജ്ജ ഞാൻ ഉപേക്ഷിച്ചു. സിമ്പിൾ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ വലിയ പ്രാസംഗികനായി.
അപ്പൊ ഏസോൺ ഫെസ്റ്റിവലിന് പ്രസംഗിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന സോണാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇവിടെയൊക്കെ. ഏസോണിൽ പ്രസംഗിക്കാൻ വിളിച്ചു. ഗുരുവായൂരപ്പ കോളേജിലാണ് ഫെസ്റ്റിവൽ. ഞാൻ പോയി നോക്കുമ്പോ വലിയൊരു ഓഡിറ്റോറിയം, വലിയ പിന്നെ സദസ്സും. കോളേജിലെ കുട്ടികളെ അറിയാമല്ലോ, അതിനകത്ത് കുറുക്കനുണ്ട്, നരിയുണ്ട്, പൂച്ചയുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടുത്തെ ഇവിടുന്നൊക്കെ പോകുന്നു. എന്റെ എല്ലാ കോൺഫിഡൻസും. അപ്പൊ ഞാൻ സ്റ്റേജിൽ സൈഡിലേക്ക് ഇറങ്ങിയിട്ട് പോക്കറ്റിൽ വെച്ച നോട്ട്സ് ഒന്ന് എടുത്തിങ്ങനെ നോക്കുക. അപ്പൊ ഒരു പെൺകുട്ടി അടുത്ത് വന്നിട്ട് ചോദിച്ചു, ചെറിയൊരു പേടിയുണ്ട് അതൊക്കെ. ഈ നമ്മളെന്തായാലും പെൺകുട്ടികളെ മാത്രം സമ്മതിക്കുള്ളൂ. ഞാൻ പറഞ്ഞ പേടിയാ, ഞാൻ വലിയ പ്രാസംഗികരല്ലേ, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, വെറുതെ പറയണം. അപ്പോൾ പിന്നെ എന്താ പെൺകുട്ടികളുടെ ടോയ്ലറ്റിൽ പരിപാടിയുണ്ട്. ഞാൻ ഇറങ്ങി നിന്നത് പെണ്ണുങ്ങളുടെ ടോയ്ലറ്റില്ല. ഈ ലജ്ജ കാരണം അതുപോലും കണ്ടില്ല. യുനോ ഈസ് ഇറ്റ് ഗുഡ് ഓർ നോട്ട്? അത് നല്ലതാണോ ചീത്തയാണോ? നിങ്ങൾ ആലോചിച്ചോ. ചീത്തയാണോ? സംശയം വേണ്ട. ബട്ട് ഒരു ചെറിയ തോതിൽ പേടി നല്ലതാണ്. കുറച്ച്. ഞാനതെങ്ങനെ പറയാന്നറിയോ? ഞാൻ പ്രസംഗം പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവരോടും പറയാറുണ്ട്, 95% പേടി പോകണം, 5% പേടി വേണം. അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് വിട്ടിട്ട് പറയും. അതിന് മാത്രമേ ലജ്ജപാടുള്ളൂ. ആ വിട്ടിത്തങ്ങളും വേണ്ടാതീനങ്ങളും ഒഴിവാക്കാൻ എത്ര ലജ്ജ വേണോ അത്ര വേണം, അതിനപ്പുറത്തേക്ക് പാടില്ല. അതാണിനായാലും പെണ്ണിനായാലും. മനസ്സിലായല്ലോ? നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ വിശദീകരിച്ചു. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കൂടെ ജീവിക്കുന്നത് ഒരു വ്യക്തിയാണ് എന്ന ബോധം എന്റെ ഉള്ളിൽ വേണം. എന്നാൽ വിശ്വാസമല്ല. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ കള്ളത്തരമാണ്. മനസ്സിലാക്കണം? വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. എന്താ കാര്യം അറിയോ? വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയോ? ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പില്ല എന്നാണ്. ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അള്ളാഹ് ഉണ്ടെന്ന് വിശ്വസിക്കണോ? ബോധ്യപ്പെടണോ? ബോധ്യപ്പെടുകയാണ് വേണ്ടത്, വിശ്വസിക്കുകയല്ല. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് സംശയമുണ്ടെന്നാണ്. സംശയപ്പെടുകയല്ല വേണ്ടത്, ബോധ്യപ്പെടുകയാണ്. ഇവിടെയും എന്റെ പാർട്ട്ണർ, ഷീ ഈസ് ആൻ ഇൻഡിവിജ്വൽ, ഷീ ഈസ് ആൻ ഇൻഡിപെൻഡന്റ് പേഴ്സണാലിറ്റി. ഈ ബോധ്യം എന്റെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം മാനിക്കാൻ കഴിയും. പക്ഷെ ഇവിടെ തടസ്സമായി വരുന്ന ചില ഘടകങ്ങളുണ്ട്. എന്താ പറയുന്നത്? പണ്ട് ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്, ഈ തവളയെ കൊന്നാൽ നാളെ വരാൻ പോകുന്ന ഭാര്യ ഊമയായി പോകും. അതിന് പഠിച്ചിട്ട് ആരും തവളയെ കൊന്നില്ല. പക്ഷെ ഇപ്പൊ പലരും അത് കൊല്ലാതിരുന്നതിന് വിഷമിക്കുക. കാരണം ഇപ്പൊ ഇത് സഹിക്കാൻ കഴിയുന്നില്ല. അതിനൊരു തടസ്സമായി മാറുകയാണ്. സോ യു ഹാവ് ടു കൺട്രോൾ യുവർ സെൽഫ്. നമുക്ക് അവിടെയാണ് ലജ്ജയുടെ ആവശ്യം, അവിടെയാണ് ഭയത്തിന്റെ ആവശ്യം. എന്റെ കുടുംബത്തിന്റെ നിലനിൽപ്പിന്, സന്തോഷത്തിന് ദോഷകരമായതൊന്നും പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അവിടെയാണ് ലജ്ജ ആവശ്യം. അല്ലാതെ എന്റെ വ്യക്തിത്വത്തെ പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കാനല്ല ലജ്ജ വേണ്ടത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് വേഗത്തിൽ പോകണം, നല്ല കാര്യങ്ങൾ തീർക്കാൻ പറ്റുള്ളൂ. ശരി, ഞാൻ നിങ്ങളോട് പറയട്ടെ, family is a team. Family is a team. Do you agree? Right or not? Right. It should be a team. Team എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം തന്നെ എല്ലാവർക്കും ഒരേപോലെ മെച്ചമുണ്ടാവണം. ഒരാൾക്കെല്ലാം മെച്ചമുണ്ടാവണം. എല്ലാവർക്കും ഒരു ഫുട്ബോൾ ടീം. നിങ്ങൾ കഴിഞ്ഞ ISLന്റെ ഫൈനല് മാച്ച് കൊച്ചിൻ ബ്ലാസ്റ്റേഴ്സ് തോറ്റു. പക്ഷേ അതിൽ റാഫി ഗോളടിച്ചപ്പം വേറൊരു കളിക്കാരൻ ആഘോഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആഫ്രിക്കൻ കളിക്കാരൻ, അവരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്ലെയർ ബെൽഫോർട്ട്. അയാൾ തന്നെ ഗോളടിച്ച പോലെയാണ് അയാളോ ആഘോഷിക്കുന്നത്. അയാൾ ഗോളടിച്ച പോലെ സ്വയം. എന്താ അതിന്റെ അർത്ഥം? അയാൾക്കറിയാം, റാഫി അടിച്ചാലും ആരടിച്ചാലും ഇറ്റ്സ് ഓൺ ദ അക്കൗണ്ട് ഓഫ് ദ ടീം. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്റെ കുടുംബത്തിൽ ആര് മെച്ചപ്പെട്ടാലും ആർക്കാണ് അതിന്റെ ഗുണം? ആർക്കാണ്? കുടുംബത്തിന്. ബിക്കോസ് ഇറ്റ്സ് എ ടീം. അവിടെ നോ ഇൻഡിവിജ്വൽസ്. അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? കഴിയണം. അങ്ങനെ ചിന്തിക്കാൻ കഴിയണം. അപ്പോഴേ കാര്യങ്ങൾ നമുക്ക് അതിനൊരു മാർഗം ഞാൻ പറയാം. എന്താ പറയുക? എന്റെ
പാർട്ട്ണർക്ക് വേണ്ടി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തോറ്റു കൊടുക്കുന്നതിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം ആഘോഷിച്ച് പഠിക്കണം. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിന് വേണ്ടി തോറ്റു കൊടുക്കലാണ് അല്ലെങ്കിൽ വിട്ടുകൊടുക്കലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവും. സത്യമാണ്. ഒന്ന് അനുഭവിച്ചു നോക്കണം. സിമ്പിൾ ഒരു പരീക്ഷണത്തിന് വേണ്ടി നമ്മുടെ വാശി, നമ്മുടെ ഇഷ്ടം പാർട്ട്ണർക്ക് വേണ്ടി ഒന്ന് മാറ്റിവെച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷമുണ്ട് നമുക്ക് അനുഭവിക്കാൻ. ആ സന്തോഷമാണ് സത്യത്തിൽ ഫാമിലിയെ ഒരു ടീമാക്കി മാറ്റുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അത് നമ്മൾ നേടിയെടുക്കണം. കഴിയുമോ? ഇപ്പൊ കഴിച്ച നെയ്ച്ചോറ് ബാധിച്ചോ എല്ലാവരും? പക്കത്തുണ്ടോ? ഉണ്ടോ? ഉറക്കം മാറ്റാനുള്ള മരുന്നൊക്കെ ഉണ്ട് അപ്പുറമാക്കേണ്ട അടുത്ത്. കണ്ടു മതി. ഇതൊന്നും ഇല്ലാതെ നിങ്ങളുടെ മുമ്പിൽ വരില്ലല്ലോ. അതൊക്കെ റെഡിയുണ്ട്, നോ പ്രോബ്ലം, ഒരു സംശയം വേണ്ട. അല്ല, ആ തൊട്ടടുത്തത് അത് തന്നെയാണ്, നമുക്ക് ഉറക്കം മാറ്റാനുള്ള മരുന്ന്. അതിനു മുമ്പ് നിങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മൾ ഈ കുടുംബ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടതായ 4 ഉപകരണങ്ങളെ അത് ഓരോന്നായിട്ട് പറയും. ഫസ്റ്റ്, പുഞ്ചിരി, സ്മൈൽ. മനസ്സിലാവും? ശരി, ഞാൻ നിങ്ങളോട് ഒരാളോട് ചോദിക്കട്ടെ, നമ്മൾ ആരോടാണ് ഏറ്റവും കൂടുതൽ ചിരിക്കേണ്ടത്? സ്വയം ചിരിച്ചാലും പിടിച്ച് പുതുവെള്ളം കൊണ്ടുവരും ഇല്ലേ? ആരോടാണ്? പാർട്ട്ണറോട്. അതായത് ഞാൻ എന്റെ ലൈഫ് പാർട്ട്ണറോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചിരിക്കേണ്ടത് എന്ന് പറയുന്നത്. ആണോ? അബ്സല്യൂട്ട്ലി എന്ന് പറയാനൊക്കെ നല്ല സുഖമുണ്ട്. അടുത്ത ചോദ്യം, നിങ്ങൾ ഇപ്പൊ ആരോടാണ് ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത്? ഒന്ന് അതിന് ഉത്തരം എന്നോട് പറയണ്ട, നിങ്ങളുടെ മനസാക്ഷിയോട് പറഞ്ഞാൽ മതി. അവിടെ ഞാൻ ഈ സെഷനിലേക്ക് പിരിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു തത്വം പറഞ്ഞു തന്നിരുന്നു. എന്താണ്? പുട്ട് ദ അതർ വൺ അറ്റ് ദ ഫസ്റ്റ് പ്ലേസ്. നിങ്ങൾ ചിരിക്കുന്നവരുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് ഇനി മുതൽ നിങ്ങളുടെ പാർട്ട്ണറായിരിക്കണം. ഇപ്പൊ കയ്യിൽ കിട്ടിയ പേപ്പറിൽ എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി എഴുതാൻ പറയുന്നില്ല. ഇനി മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് എന്റെ പാർട്ട്ണറായിരിക്കും. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വേർഡ് ഇൻ യുവർ ലൈഫ്. എന്റെ സുഹൃത്തുണ്ടായിരുന്നു, അതിനെപ്പോഴും ഭാര്യയെ മുത്തൻ, കരളെ, പൊന്നെ അങ്ങനെയാ വിളിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്കെന്താ ഇത്ര വലിയ സ്നേഹമാണോ ഭാര്യയോട്? അപ്പൊ അല്ലാതെ മറന്നു, ഇവിടെ പേര് പറഞ്ഞു. രണ്ടാമത് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഈ ഭൂമിയിലുള്ള എല്ലാ നേതാക്കന്മാരും ഭയക്കുന്ന ഒരു അളവാണത്. എന്താ പറയുക? അവരുടെ അണികളുടെ ഒരു 10 പേരുടെ പേര് വിളിക്കും. അത് പഠിച്ചു വെക്കണം. അപ്പൊ എന്റെ നാട്ടിൽ ഒരു നേതാവുണ്ടായിരുന്നു, പാർട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. ഇവനെ ഒരിക്കലും നാട്ടുകാരുടെ പേര് ഓർമ്മ വരില്ല. എന്താ മാർഗം? എന്നോട് ചോദിച്ചു എന്താ മാർഗം? അതിന് മാർഗങ്ങളുണ്ട്, ചില കാര്യങ്ങൾ. ഇത് നിങ്ങളുടെ ഫാമിലിയിൽ മാത്രമല്ല, പുറത്തും ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന 4 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 1 ചിരി, 2 പേര് ഉപയോഗപ്പെടുത്തുക. മനസ്സിലായി? പേര് ഓർമ്മിക്കാൻ അവരോട് 10 മിനിറ്റ് സംസാരിക്കുന്നെങ്കിൽ ആ സംസാരിക്കുന്ന സമയത്തൊക്കെ നീ എന്ന് പറയുന്നതിന് പകരം പേര് തന്നെ പറയുക. അങ്ങോട്ട് ഞാൻ മിക്കവാറും ഒരു പ്രാവശ്യം പരിചയപ്പെട്ടവരുടെ പേര് മറക്കുക കുറവാണ്. കാരണം ഐ നോ ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ യു ഹാവ് ടു എക്സിക്യൂട്ട് ഇൻ യുവർ ഓൺ ലൈഫ്. നിങ്ങളുടെ ഭാര്യയുടെ, ഭർത്താവിന്റെ, ഇവിടെ നമുക്ക് കുറെ കഴിയുമ്പോൾ ഭാര്യയുടെ പേര് വിളിക്കാൻ കഴിയാതായി പോകാറുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ. ഇടയ്ക്ക് എന്നോട് ആരോ ചോദിച്ചു, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം എന്ന് പറഞ്ഞില്ല. അള്ളാണല്ലോ ഈ കൽബിനെ മറയിട്ടത്. എങ്ങനെ അള്ളാഹ് മറയിടുക? അള്ളാഹ് മറയിടുക എന്ന് വെച്ചാൽ അതിനുശേഷം അള്ളാഹു പറയുന്നു, ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ. അവന്റെ ഹൃദയത്തിൽ ഒരു രോഗം ഉണ്ടായിരുന്നു. അല്ലാതെ രോഗം ദൈവം കൊടുത്തതല്ല. രോഗം ആരെ ഉണ്ടാക്കിയത്? രോഗം നമ്മൾ ഉണ്ടാക്കി. ആ രോഗത്തെ വർദ്ധിപ്പിക്കുക, ദൈവം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ആ സിസ്റ്റമാണ് ദൈവം തീരുമാനിച്ചത്. അല്ലാതെ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തരാൻ വേണ്ടി ദൈവം നിൽക്കുകയല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആരോഗ്യം ആരാ തന്നത്? ആരോഗ്യം തന്നത് ദൈവമല്ലേ? എപ്പോഴാ തന്നത്? എവിടെ വെച്ചാ തന്നത്? എങ്ങനെയാ തന്നത്? എങ്ങനെയാ? നമ്മൾ അതിനുവേണ്ടി പലതും ചെയ്തപ്പോ അതിന്റെ ഫലമായി നമുക്ക് ആരോഗ്യം കിട്ടി.
അപ്പൊ ഇങ്ങനെ ചെയ്താൽ ആരോഗ്യം ഉണ്ടാകുമെന്ന സിസ്റ്റമാണ് ദൈവത്തിന്റെ ദാനം. അല്ല ദൈവം അപ്പപ്പോ ഇടപെട്ടിട്ട് റേഷൻ കടയിൽ നിന്ന് സാധനം കൊടുക്കുമ്പോൾ കൊടുക്കുകയല്ല. മനസ്സിലാക്കണം. ഇവിടെയും നമ്മുടെ ഹൃദയങ്ങൾ മൂടപ്പെടുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മൂടിപ്പോകാനുള്ള ഒരു ക്വാളിറ്റി നമ്മൾ നേടിയെടുത്താൽ നമ്മുടെ മനസ്സ് മൂടിപ്പോകും. ഓക്കെ, മനസ്സിലായല്ലോ. സോ ആൻഡ് ദ തേർഡ് തിങ് ഈസ് പോസ്ചർ. പോസ്ചർ എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി കൂടെ സംസാരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആൾക്കാര് പറയുന്നത് കളവാണെന്ന് നമുക്ക് മനസ്സിലാവാറില്ലേ? എങ്ങനെയാ മനസ്സിലാവുന്നത്? എന്താ ആക്ഷൻ? അതിനെയാണ് നമ്മൾ പോസ്ചർ എന്ന് പറയുക. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. വടക്കൻ വീരഗാഥ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല, സിനിമ കാണാറില്ല. സിനിമയുടെ ഇടത്ത് ഭാര്യ മക്കളെല്ലാം എല്ലാവരും കൂടി വീട്ടിൽ പോയിട്ട് സിനിമ കാണുന്നു. കാരണം അതിനൊക്കെ നമ്മുടെ ഫാമിലി ലൈഫിലെ സന്തോഷത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയ റോളുകളുണ്ട്, ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതിന്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം പറയാം. അതിൽ മമ്മൂട്ടി സംസാരിക്കുമ്പോൾ കൈ ഇങ്ങനെ അടിക്കുന്നുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? അത് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ, ഈ കാണിച്ചതിന്റെ അർത്ഥം എന്താ? നോ, ഇതിന്റെ അർത്ഥം ഞാൻ പറയുന്നത് കളവാണ്. സത്യമാണ്. ബോഡി ലാംഗ്വേജിൽ, പോസ്ചറിൽ നമ്മുടെ ശരീരം ക്ലോസ്ഡ്, നമ്മുടെ ബോഡി ക്ലോസ്ഡ് ആണെങ്കിൽ ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ്, ഐ എം ഡിസ്കണക്റ്റഡ് എന്നാണ്. നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ ഒരു കസ്റ്റമർ വന്നു കഴിയുമ്പോൾ കസ്റ്റമറുടെ മുമ്പിൽ ഇങ്ങനെ കൈ കെട്ടി നിന്ന് സംസാരിച്ചാൽ നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക, കച്ചവടം നടക്കില്ല, കസ്റ്റമർ തിരിച്ചു പോകും. കാരണം ഇറ്റ്സ് എൻ ഒബ്സ്ട്രക്ഷൻ, റൈറ്റ്? ഇറ്റ്സ് എ ക്ലോസ്ഡ് പോസ്ചർ. പകരം ഇങ്ങനെയായിരിക്കണം നമ്മുടെ ബോഡി പാർട്ട്ണറോട് സംസാരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഐ ആം റെഡി ടു ആക്സെപ്റ്റ് യു, ഐ ആം ഓപ്പൺ ടു യു, ഐ ആം ഓപ്പൺ ടു യു. ഇതാണ് നാലാമത്തെ വിഷയം, ബോഡി ലാംഗ്വേജ്. മൂന്നാമത്തത് പോസ്ചർ, നാലാമത്തത് ബോഡി ലാംഗ്വേജ്. എന്താ ബോഡി ലാംഗ്വേജ്? ബോഡി ലാംഗ്വേജ് വെച്ചാൽ അതിന്റെ സിമ്പിൾ ആണ്. കുറെ അധികം നിങ്ങൾ ബോഡി ലാംഗ്വേജിൽ എക്സ്പേർട്ട് ഒന്നും ആവണ്ട. സിമ്പിൾ. ഫസ്റ്റ് ഓഫ് ഓൾ, നേരെ മുഖത്തോട് മുഖം നോക്കുക, കണ്ണിലേക്ക് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണ്ണിലേക്ക് നോക്കുക. രണ്ട്, നേർക്ക് നേരെ തിരിഞ്ഞു നിന്ന് സംസാരിക്കുക. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പലപ്പോഴും പല ഭാര്യമാരും ഭർത്താക്കന്മാരും എന്റെ അടുത്ത് പരാതിയായിട്ട് വരാറുണ്ട്. ഞാൻ ഈ പേഴ്സണലായ കൗൺസിലിങ്ങിന് നിൽക്കാറില്ല, കാരണം അതിന് മാത്രം സമയമില്ല എനിക്ക് സ്ക്വയർ ചെയ്യാൻ, അതുകൊണ്ട് മാത്രം. എന്നാലും ചിലപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതുണ്ടാവും. വന്നു കഴിഞ്ഞാൽ മനസ്സിലാവുക എന്താണെന്നറിയോ? ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുമ്പോൾ ഇവര് നേർക്ക് നേരെ തിരിഞ്ഞു നിൽക്കില്ല. ഭാര്യ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാം, ഭർത്താവ് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാം. നേർക്ക് നേരെ തിരിഞ്ഞു നിന്ന് സംസാരിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് മറ്റേയാൾ കേൾക്കുക, മറ്റേയാൾ പറയുന്നത് എന്റെ ആത്മാവ് കേൾക്കുക, അല്ലെങ്കിൽ ആത്മാവ് കേൾക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീടുകളിൽ പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരുടെ സംസാരത്തിന്റെ ഇടയിൽ ഒരിക്കൽ പറഞ്ഞത് പിന്നീട് ഭാര്യയ്ക്കോ ഭർത്താവിനോ രണ്ടാമത്തെ ഒരാൾക്ക് അതിനൊരാൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഇങ്ങനെ സംഭവിക്കാറില്ല? പലപ്പോഴും നേരത്തെ പറഞ്ഞത് ഇപ്പൊ ചോദിക്കുന്ന ഓർമ്മയില്ല. വൈ? എന്തുകൊണ്ട് ഓർമ്മയില്ല അറിയാമോ? ബിക്കോസ് ഇവരുടെ ഓപ്പൺ പോസ്ചർ അല്ല, ഇവരുടെ ബോഡി ലാംഗ്വേജ് ഓപ്പൺ അല്ല. അതുകൊണ്ട് മനസ്സിനകത്തേക്ക് കയറിയില്ല. നേരത്തെ ചോദിക്കുമ്പോൾ നീ അവിടെ പോയിനോ? ആ, ഇല്ല. ഈ യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഇവരുടെ ഉള്ളിലില്ല, അല്ലെങ്കിൽ ഇയാളുടെ ഉള്ളിലില്ല. ഈ പറഞ്ഞ ഉത്തരവും ഇയാളുടെ ഉള്ളിൽ നിന്നല്ല വന്നത്. ബിക്കോസ് ബോഡി ലാംഗ്വേജ് വ്യത്യസ്തമായിട്ട്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ചോദിക്കാനുണ്ടോ എന്തെങ്കിലും വിഷയത്തിൽ? ഉണ്ടോ? സ്ഥിതിക്ക് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് കോറായ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റായിട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് ഈ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്പെൻഡ് യുവർ ക്വാളിറ്റി ടൈം ടുഗദർ. Spend your quality time together. And what is quality time, you know? നല്ല സമയം. നല്ല സമയം എന്ന് വെച്ചാൽ എന്താ? അല്ല, നമ്മൾ പലപ്പോഴും എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ അടുത്ത കാലത്ത് ഒരു 7 മണിക്ക് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ അയാൾ ഇങ്ങോട്ട് വരിക, വീട്ടിൽ നിന്ന് ടൗണിലേക്ക് വരിക. ഞാൻ ചോദിച്ചു എവിടെ പോകാന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറയാണ് ഞാൻ ടൗണിലേക്ക്. എന്താ അത്യാവശ്യം വല്ലതുണ്ടോ? വൈകുന്നേരം 7 മണിക്ക് ടൗണിൽ പോകുമ്പോൾ അത്യാവശ്യം കാണണ്ടേ? എന്നാ നിങ്ങൾക്കൊന്നുമില്ല, അത്യാവശ്യമല്ല, ഞാൻ വീട്ടിലെത്തിയ കുറച്ച് നേരത്തെ ആയിപ്പോയി. അപ്പൊ എന്താ നമ്മുടെ വിചാരം? എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം
വീട്ടിൽ ചെലവഴിക്കാം. മിക്കവാറും പുരുഷന്മാരിങ്ങനെ. എന്നിട്ട് ഇയാൾ പോയിട്ട് എവിടെയായിരിക്കാം? ഒരറിയാൻ പോസ്റ്റിങ്ങിന് ഇട്ടിട്ടുണ്ടാവും, അതിന്റെ മേലെ കയറിയിരിക്കും, അല്ലെങ്കിൽ ഏത് കടയുടെ വരാന്തയിൽ കയറിയിരിക്കും. ഒന്നും ഉണ്ടാവില്ല പറയാൻ. വെറുതെ അവിടെ നിന്ന് ഞാൻ പറയുന്നുണ്ട്, മറ്റുള്ളവരെ കുറ്റം പറയാം. ചെയ്യുന്നു എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള സമയമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയം. നിങ്ങളുടെ ഓഫീസിൽ വിട്ടാൽ നേരെ വീട്ടിലെത്താൻ ശീലിക്കണം. ഇത് ആണുങ്ങൾക്ക് മാത്രം ബാധകമല്ല, പെണ്ണുങ്ങളുടെ കാര്യം. പെണ്ണുങ്ങൾ ഈ സമയത്തുണ്ടാവും അടുത്ത വീട്ടില്, അല്ലെങ്കിൽ സീരിയൽ നോക്കുന്നുണ്ടാവും. സീരിയല് പറയാനില്ല. വൈകുന്നേരങ്ങളിൽ മിക്കവാറും ഈ പെണ്ണുങ്ങളുടെ അവസ്ഥ ഒരു തോർത്തമുണ്ട്, തോളിലിട്ടിട്ട് ടിവിയുടെ മുമ്പിലുണ്ടാവും. കരയുമ്പോൾ കണ്ണു നോക്കാൻ വേണ്ടിയാണ് ഈ തോർത്തുന്നത്. കരച്ചിൽ ഉറപ്പാണ് ഇത് കണ്ടാൽ. നിസ്കരിക്കാൻ വേണ്ടി ഒന്നുകൊടുത്തിട്ട് ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. പരസ്യം ഓടിപ്പോയി നിസ്കരിക്കാൻ. അത്ര പരസ്യം അതുവരെ തരില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ബിക്കോസ് ക്വാളിറ്റി ടൈം ഫാമിലിക്ക് വേണ്ടി മാറ്റി വെക്കാൻ നമ്മൾ തയ്യാറല്ല. എന്നിട്ട് നമ്മൾ പരാതി പറയും, കുടുംബത്തിന് സമാധാനമില്ല. എങ്ങനെയാ സമാധാനം ഉണ്ടാവുക? നമ്മുടെ ക്വാളിറ്റി ടൈം എവിടെയാ കളയുന്നത്? എന്തിനാണ് കളയുന്നത്? യു ഹാവ് ടു സ്പെൻഡ് യുവർ ക്വാളിറ്റി ടൈം വിത്ത് ദ ഫാമിലി. ഞാൻ നാട്ടിലുള്ളപ്പോഴൊക്കെ വൈകുന്നേരം 6-6:30 ആകുമ്പോൾ വീട്ടിൽ അവിടെ തന്നെ ഉണ്ടാവും. മിക്കവാറും പകലും തിരക്കൊന്നും ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും എന്നെ വിളിക്കുന്നത് ഓമന പേരുണ്ട്, വെളുപ്പം എന്നാണ്. ഞാൻ അവരോട് പറയുന്ന മറുപടി എന്താ അറിയോ? യു ടേക്ക്, എല്ലാ ആണുങ്ങളും എടുത്തോളുക. പെൺകോന്തനാകുന്നതിന് ഒരു സുഖമുണ്ട്. അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആവുന്നത്. ഇഫ് യു ഗിവ് ഇറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക്. എന്താ പെണ്ണുങ്ങൾ എന്താ പറയുന്നത്? സത്യമാണ്. സോ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ക്വാളിറ്റി ടൈം അവരോടൊപ്പം ചെലവഴിക്കുക. ആൻഡ് അങ്ങനെയുള്ള ഒരു ടീമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഫാമിലി ഈസ് എ ടീം. ഈ ടീം എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പിനെസ്, സന്തോഷം അവരുടെ ജീവിതത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കും. ഒരു ടീമായിരിക്കുമ്പോൾ ശരിയാണ് കേട്ടോ. ടീം അല്ലാതാകുമ്പോഴാണ് സന്തോഷം പോകുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമില് MS ധോണി ലീഡർഷിപ്പ് ഏറ്റെടുത്ത ഉടനെ ആദ്യം സംഭവിച്ചെന്താണെന്ന് അറിയാമോ? ശരിക്കും അതൊരു ബോണ്ടഡ് ടീമായിട്ട് മാറി. എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന ഒരു ടീം. പിന്നെ എപ്പോഴാണ് അത് മോശമായത്? എപ്പോഴാണ് അതൊരു ടീം അല്ലാതായത്? അപ്പോഴാണ് അതിന്റെ പെർഫോമൻസ് പോയത്. കാരണം അതിന്റെ ഇടയിൽ ചെറിയ അലോസരങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാനത് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഹർഭജൻ സിംഗ്, വീരേന്ദ്ര സേവാഗ് ഒക്കെ അവരുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ ഒരു ടീം അല്ലാതെയായി മാറിയപ്പോഴാണ് ആ ഹാപ്പിനെസ് പോയത്. മനസ്സിലായി? ഈ ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ 5 വഴികൾ പറഞ്ഞുതരാം. 5 വഴികൾ. യു ക്യാൻ ടേക്ക് ഇറ്റ്. ആരും ഒരാൾ എഴുതിയെടുത്തുക. 1, ലവ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ സ്നേഹിക്കുക, സ്വയം സ്നേഹിക്കുക. അത് പറയണോ? പ്രത്യേകം പറയണോ? സ്വയം സ്നേഹിക്കാൻ പറയണോ? പറയണം. എന്തുകൊണ്ട് പറയണം അറിയോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണോ? ആണോ? യെസ് എന്ന് നിങ്ങൾ പറയുമ്പോഴും ഞാൻ പറയും അതിന്റെ യഥാർത്ഥ ഉത്തരം നോ ആണ്. സിമ്പിൾ. നിങ്ങൾ ആരെങ്കിലും കണ്ണാടിയിൽ നോക്കിയിട്ട്, മിററിൽ നോക്കിയിട്ട് ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യൻ ഈ കാണുന്നതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് ചിന്തിക്കാത്തിടത്തോളം നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. സിമ്പിൾ. എന്തെങ്കിലും ഒരു കുറവ് നമുക്ക് തന്നെ നമ്മൾ കണ്ടെത്തുക. അല്പം കൂടെ ഉയരമുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ടിവിയിൽ നോക്കിയിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ചിന്തിക്കുക. അല്പം കൂടെ നിറമുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നെപ്പോലെ തന്നെയാണെങ്കിൽ വിചാരിക്കും തലയിൽ കുറച്ച് മുടിയുണ്ടായിരുന്നെങ്കിൽ. അറിയാം ഇത് ജന്മത്തിൽ എനിക്ക് വരില്ലാന്നറിയാം. എന്നാലും ഇതും പറഞ്ഞ് മുടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചാൽ എനിക്ക് എന്റെ ഇഷ്ടമാണോ അല്ലയോ? ഞാൻ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇഷ്ടപ്പെടുന്നത് മുടിയുള്ള ഒരാളെയാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നത് നിറമുള്ള ഒരാളെയാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നത് ഉയരമുള്ള ഒരാളെയാണ്. യു ഹാവ് ടു ലൈക്ക് യുവർ സെൽഫ് ആസ് ഇറ്റ് ഈസ്. അപ്പോൾ മാത്രമേ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ എന്താ ശരിയാണോ? മനസ്സിലായി? കറക്റ്റല്ലേ? അപ്പൊ മാത്രമേ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റൂ. ഞാൻ എന്നെ സ്നേഹിക്കാത്തിടത്തോളം കാലം എനിക്ക് ഒരാളെ സ്നേഹിക്കാൻ കഴിയും. പറ്റുമോ? ഇതെങ്ങനെയാ പുറത്തു വരാന്നറിയോ?
ഫ്രസ്ട്രേഷൻസ്. എനിക്ക് എന്നോടുള്ള ഇഷ്ടമില്ലായ്മ പുറത്തു വരിക ഫ്രസ്ട്രേഷൻസ് ആയിട്ടാണ്. ആ ഫ്രസ്ട്രേഷൻ കൂടെയുള്ളവരോടാണ് പ്രകടിപ്പിക്കുക, മറ്റുള്ളവരെ ചീത്ത പറയുക. സോ ലവ് യുവർസെൽഫ്, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഞാൻ എന്താ പറയുന്നത്, എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കിയിട്ട് സ്വയം ഒന്ന് അഭിനന്ദിക്കുക. ഭ്രാന്താന്ന് തോന്നും വേറെ കേട്ടാൽ, അവർ ഒറ്റക്ക് മതി. തമാശയില്ലത്. ഇറ്റ്സ് എ മെന്റൽ ടോണിക്. അത് നമ്മുടെ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു ടോണിക്കാണ്. See, you called this session a counseling session. If it is a counseling session, I should give something to your mind. മനസ്സിലാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുക, ഹിയർ ഇസ് ദ ബെസ്റ്റ് പേഴ്സൺ ഓൺ ദ എർത്ത്. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോഴാണ് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയുക. അപ്പൊ മനസ്സിലാക്കുന്നത് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആ എക്സൈറ്റ്മെന്റിൽ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയും, മക്കളെ സ്നേഹിക്കാൻ കഴിയും, നമ്മൾ വല്ലാതെ മാറും. ഓക്കെ, സോ ദാറ്റ്സ് നമ്പർ 1. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് ഡു ഗുഡ്. ഡു ഗുഡ് ഓൺലി. നല്ലത് മാത്രം ചെയ്യും. വാല്യൂസ്, വെർച്യൂസ് എന്നൊക്കെ പറയാറുള്ളത് മെയിൻറ്റെയിൻ ഗുഡ്. ഇപ്പൊ വിചാരിക്കുന്നുണ്ടോ ഇയാളൊക്കെ തത്വം പറയുന്നത്? തത്വങ്ങൾ പാലിക്കാനുള്ളത് തന്നെയാണ്, ലംഘിക്കാനുള്ളതല്ല തത്വങ്ങളെന്ന് പറയുന്നത്. ഈ തത്വങ്ങൾ നമ്മുടെ ലൈഫിൽ പാലിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അറിയാമോ? നമ്മോട് ബന്ധപ്പെടുന്ന ഒരാളും ആ തത്വം പാലിക്കില്ല. നമ്മൾ പാലിച്ചില്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന ഒരാളും അത് പാലിക്കില്ല. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ മക്കളോട് നമ്മൾ എപ്പോഴും പറയും, കള്ളം പറയരുത്, കള്ളം പറയരുത്. എല്ലാ അച്ഛനും എല്ലാ അമ്മയും മക്കളെ ഉപദേശിക്കുന്നത് കള്ളം പറയരുതെന്നാണ്. ആണല്ലോ? ആണല്ലോ? കള്ളം പറയാൻ ഉപദേശിക്കുന്ന ഏതെങ്കിലും അച്ഛൻ എന്റെ മുമ്പിലുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് നിങ്ങളുടെ മക്കൾ സത്യം മാത്രമേ പറയാറുള്ളൂ, കള്ളം പറയാറുണ്ട്. എങ്ങനെ? എന്താ കാരണം? നമ്മളിവരോട് പറയുന്നത് സത്യം പറയാൻ, പക്ഷെ അവർ കേൾക്കേ നമ്മൾ കളവ് പറയും. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരോട് പറയും സത്യം പറയണമെന്ന്. രാത്രിയാകുമ്പോൾ നമുക്കൊരു ഫോൺ വരും. അപ്പൊ മോനോട് പറയും അതെടുത്തിട്ട് ഞാൻ ഇല്ലാന്ന്. ആരോടെ തലമുണ്ടോ? ഈ മകൻ ജീവിതത്തിൽ സത്യം പറയോ കളവ് പറയോ? കളവ് പറയൂ. അപ്പോ നന്മകൾ പാലിക്കാനുള്ളത് തന്നെയാണ്. വെർച്യൂസ്, വാല്യൂസ്, ഡു ഗുഡ് ടു ഓൾ. എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്യാം. ഒരു ഉറുമ്പിനും പോലും നല്ലതേ ചെയ്യാം. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഖുർആനിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞില്ലേ? ഖുർആനിൽ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ വെറുതെ മനുഷ്യനെ കുരങ്ങ് കളിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയെ, ഈ മുസ്ലിം സൊസൈറ്റിയെ നശിപ്പിക്കാൻ വേണ്ടി ആരൊക്കെയോ എപ്പോഴൊക്കെയോ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ആ നടത്തിയതിന്റെ ഭാഗമായി വന്ന മാറ്റങ്ങളിൽ ഒന്നാണത്. അതാണ് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഈ മനുഷ്യ സമൂഹത്തെ സംസ്കരിക്കാനായിട്ട് വന്നതാണെങ്കിൽ അദ്ദേഹം യുദ്ധം പഠിപ്പിക്കുമോ? എന്തുകൊണ്ട്? അദ്ദേഹം വരുന്ന സൊസൈറ്റി തന്നെ ഇഷ്ടംപോലെ യുദ്ധങ്ങളുണ്ട്, സമാധാനക്കുറവുണ്ട്, ചോരപ്പുഴ ഒഴുകുകയാണ്, ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം. ആ യുദ്ധം ഇല്ലാതാക്കാൻ വേണ്ടി വന്ന നബി യുദ്ധമാണോ ചെയ്യുക? നിങ്ങൾ ആലോചിച്ചു? ഒരിക്കലും ചെയ്യില്ല. ഈ അടുത്ത കാലത്ത് അമേരിക്കയില് ടെറർ വാർ ഓൺ ടെറർ എന്ന് പറഞ്ഞ ജോർജ് ബുഷ് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചില്ലേ? വാർ ഓൺ ടെറർ, തീവ്രവാദത്തിനെതിരെ യുദ്ധം. അതിനെതിരെ വാൾ സ്ട്രീറ്റിൽ ഒരു പെൺകുട്ടി ഒരു പ്രകടനം നടത്തി. ആ പെൺകുട്ടി ഒരു പ്ലക്കാർഡ് എത്തിച്ചിരുന്നു. ആ പ്ലക്കാർഡിൽ എത്തിയിരുന്നത് എന്താണെന്നറിയോ? വാർ ഓൺ ടെറർ ഈസ് ഇന്റർകോഴ്സ് ഫോർ വെർജിനിറ്റി. അല്ല, അവൾ എഴുതിയ വാക്ക് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അത്ര തീവ്രമായിട്ട് ബുഷിന്റെ തലക്കടിച്ച പോലെ കൊള്ളണമെന്ന് കരുതിയതുകൊണ്ടാണ് അവൾ അങ്ങനെ എഴുതിയത്. അഥവാ കന്യകാത്വത്തിന് വേണ്ടി ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ ലൈംഗിക ബന്ധം പുലർത്തുന്നത് പോലെ കന്യകാത്വത്തിന് വേണ്ടി ലൈംഗിക ബന്ധം പുലർത്തുക സാധ്യമാണോ? സാധ്യമാണോ? അതുപോലെയാണ് സമാധാനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക. അപ്പൊ എന്നിട്ട് പറയാൻ മുഹമ്മദ് നബി 36 യുദ്ധം ചെയ്തു. ആകെ മനുഷ്യൻ നബിയായിട്ട് ജീവിച്ചത് 23 കൊല്ലം. 36 യുദ്ധം. അപ്പൊ ഒരു കൊല്ലം എത്ര യുദ്ധം? 1.5 യുദ്ധം. നിങ്ങൾ പരിശോധിക്കുന്ന എവിടെയാണെന്നറിയാം? ബ്രാക്കറ്റിൽ എഴുതിയതും അടിയിൽ എഴുതിയതും എല്ലാം കൂടി ചേർത്തിട്ടാണ്. അറബി മാത്രം പരിശോധിച്ചാൽ അതിൽ യുദ്ധമില്ല, ബദറുമില്ല.
മലക്കുണ്ട്. പക്ഷെ മലക്ക് എന്താണെന്ന് പറയണമെങ്കിൽ ഖുർആൻ തന്നെ പഠിക്കണം. അതിന് പുറത്ത് പഠിക്കുമ്പോഴാണ് പ്രശ്നം. റഷീദ് ഖാനെ വിളിക്കാറുണ്ടല്ലോ അല്ലെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ഇവിടെ സമയം പോകും. അതുകൊണ്ടാണ്. ഓക്കെ, സോ ദ തേർഡ് തിങ് ഈസ് ഓൾവേസ് ഫോർഗീവ്. നമ്മള് മനുഷ്യരാണ്, കൂടെ ജീവിക്കുന്നവർക്ക് തെറ്റുകൾ പറ്റും, ക്ഷമിക്കുക, പുറത്തു കൊടുക്കാൻ പഠിക്കുക. അത് പഠിക്കാത്തിടത്തോളം കാലം നമ്മുടെ മനസ്സിലൊരു കറയായിട്ട് അറിയിക്കും. ഞാൻ പറയുക, യു ഷുഡ് നോട്ട് ഫോർഗീവ്, യു ഷുഡ് ഫോർഗെറ്റ്. യു ഷുഡ് നോട്ട് ഫോർഗീവ്, യു ഷുഡ് ഫോർഗെറ്റ്. പുറത്തു കൊടുക്കുകയല്ല വേണ്ടത്, മറക്കുകയാണ്. അങ്ങനെ സംഭവമേ സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ചിലപ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം ഉണ്ടായില്ല എന്ന് വരും. അല്ലെങ്കിൽ ചിലപ്പോ രാത്രി ഭർത്താവ് വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നില്ല എന്ന് വരും. ആ പകയും കൊണ്ട് ജീവിച്ചാൽ ആർക്കാ നഷ്ടം? രണ്ടുപേർക്കുമാണ് നഷ്ടം. ബിക്കോസ് വി ഹാവ് ഓൺലി വൺ ലൈഫ്, ഒരേ ഒരു ജീവിതം. ഈ ജീവിതത്തിൽ 1 മണിക്കൂർ നഷ്ടപ്പെട്ടാൽ ഇറ്റ് ഇസ് നോട്ട് റിട്ടേണബിൾ. ഒരിക്കലും തിരിച്ചു കിട്ടുന്ന നിമിഷങ്ങളല്ല. യു എൻജോയ് ദ മൊമെന്റ്, യു എൻജോയ് ദ ലൈഫ്. അതങ്ങ് മറന്നേക്കുക. മനസ്സിലായോ? അതങ്ങ് മറന്നേക്കുക. പലപ്പോഴും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായാൽ പരസ്പരം ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഗ്രാനൈറ്റിന്റെ ബിസിനസ് ഉണ്ട്. അപ്പോ ഞങ്ങളുടെ നാട്ടിലൊരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഗ്രാനൈറ്റ് ചെയ്യുന്ന കോൺട്രാക്ടറിന് വേണ്ടി വിളിച്ചു. 1,20,000 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പൊ വലിയ ഡീലാണ്. നാളെ അതിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയായ മാക്വിന്റെ ചെയർമാനുമായിട്ട് എന്റെ ഒരു മീറ്റിംഗ് വെച്ചിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാ ബിസിനസ്സുകാരും പഠിച്ചിരിക്കേണ്ട ഒരു തത്വമുണ്ട്. യു ഹാവ് ടു സെൽ യുവർ സെൽഫ് ഫസ്റ്റ്, ദെൻ ഓൺലി യു ക്യാൻ സെൽ യുവർ പ്രൊഡക്റ്റ്. ഞാൻ സെയിൽസ്മാൻഷിപ്പിന്റെ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു മിനിമം തത്വമാണ്. എനിക്ക് എന്നെ വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ പ്രൊഡക്റ്റ് വിൽക്കാൻ കഴിയില്ല. ദാറ്റ് മീൻസ് എന്റെ മുമ്പിൽ വരുന്നവർ ആദ്യം എന്നെ ഇഷ്ടപ്പെടണം, എന്നാലേ ഞാൻ പറയുന്നവരെ വിശ്വസിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വി ഷുഡ് ബി ഗ്രൂംഡ്. പരമാവധി തയ്യാറെടുപ്പോട് കൂടി വേണം അതിനുവേണ്ടി പോകാൻ. ഇന്നലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഒരുക്കങ്ങളും ഇല്ലാതെ ഇങ്ങനെ ഒരു ലുങ്കി കൊടുത്തു വന്നിട്ടുണ്ടെന്നാ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമോ? ഐ ഷുഡ് ബി റെഡി, ഐ ഷുഡ് ബി ഗ്രൂംഡ്. അങ്ങനെ ഞാൻ രാവിലെ നല്ല വസ്ത്രമൊക്കെ ധരിച്ചു പോകാൻ ഒരുങ്ങി ആ വേഷമൊക്കെ മനസ്സിൽ കാണുമല്ലോ, ഇന്ന് ഇടണം. അങ്ങനെ തയ്യാറെടുക്കാൻ രാവിലെ നിൽക്കുമ്പോഴാണ് എന്റെ മാനേജർ വിളിച്ചിട്ട് എന്നോട് പറയാം, ഇന്നലെ രാത്രി എന്റെ ഒരു കോമ്പറ്റീറ്റർ ഉണ്ട് അവിടെ, വേറൊരു ഗ്രാനൈറ്റ് സെല്ലർ. അയാൾ ഇന്നലെ പോയിട്ട് മറ്റൂരിന്റെ ചെയർമാനുമായിട്ട് പിന്നെ മീറ്റിംഗ് നടത്തിയിരുന്നു. അപ്പൊ എനിക്ക് ടെൻഷൻ കൂടി. ഞാൻ എന്നിട്ട് കബേർഡ് തുറന്നു നോക്കുമ്പോൾ ഞാൻ ഇടാൻ വിചാരിച്ച ഷർട്ട് പാൻറ് ഇറക്കിയിട്ടില്ല, തേച്ചിട്ടില്ല. എന്തായിരിക്കും സാർ അന്നത്തെ അവസ്ഥ? ഇറ്റ് ഹാപ്പൻസ് ഇൻ ലൈഫ്, ഇല്ലേ? സംഭവിക്കാറില്ലേ നമ്മളൊക്കെ നിത്യ ജീവിതത്തിൽ? ഞാനിത് ദേഷ്യം പിടിച്ചിങ്ങനെ തിളച്ചുകൊണ്ട് ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഒറ്റ ഏറ് വെച്ചോട്ടു. എങ്ങോട്ടാ? ഇങ്ങോട്ടായിരിക്കും, ഭാര്യയുടെ ദേഹത്തേക്ക്. എന്നിട്ട് ഞാനിങ്ങനെ ടെന്നീസിൽ സെർവ് ചെയ്തവരെ പോലെ ഞാനിങ്ങനെ നിൽക്കുക. ഇവിടെ ഇപ്പൊ തിരിച്ചടിക്കുമ്പോ ഞാൻ അങ്ങോട്ടടിക്കും. എല്ലാ കലഹങ്ങളും ഒരു ഗെയിമാണ്. എന്താ ഗെയിമിന്റെ പ്രത്യേകത? Who hits the last, he wins. അവസാനമായി അടിക്കുന്നയാൾ ജയിച്ചു. ഇതാണ് ഇതിന്റെ തിയറി. അവസാനത്തെ വാക്ക് ആര് പറയുന്നോ ആ ആൾ ജയിച്ചു. അതാണ് എല്ലാ വഴക്കിന്റെയും തിയറി. Am I right or not? ആണല്ലോ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നത്. ഞാനിത് പഠിച്ചത് എന്റെ ഭാര്യയിൽ നിന്നാണ്. ഞാനിതിങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ കുഴിഞ്ഞിട്ട് എടുത്തിട്ട് ചിരിച്ചിട്ട് ഒറ്റ പോക്കണം, ഒരക്ഷരം പറയാനില്ല. ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഉരുക. എന്തെങ്കിലും പറഞ്ഞാലല്ലേ തിരിച്ചു വരാൻ പറ്റൂ? ഒന്നും പറയുന്നില്ല. I tell you, she saved my life. She saved my family. She's here. ഞാൻ കളവുന്നതല്ല. അത്തരം ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനും മതി, സൃഷ്ടിക്കാനും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇത്തരം നിമിഷങ്ങളിൽ നമ്മൾ എങ്ങനെയാ പെരുമാറിയിരിക്കുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞു, കൊച്ചു കൊച്ചു നിമിഷങ്ങളാണ് ജീവിതത്തെ നശിപ്പിക്കുന്നതും സൃഷ്ടിക്കുന്നതും. ആ നിമിഷങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ അങ്ങനെ അഥവാ സംഭവിച്ചാൽ അതങ്ങ് മറക്കുക. ആ സംഭവമേ നടക്കാത്ത പോലെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ മുറിവേറ്റിരിക്കാം. ബിക്കോസ് നമുക്ക് ഇനിയൊരു ചോയ്സ് ഇല്ലല്ലോ. ഓക്കെ,
ആൻഡ് ദ ഫോർത്ത് തിയറി, ഹാം നോ വൺ. ഒരാൾക്കും മുറിവേൽപ്പിക്കരുത്. സന്തോഷമുണ്ടാവാനുള്ള നാലാം, ഒരാളെയും വിഷമിപ്പിക്കരുത് ജീവിതത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? നെയ്ബർ, പെട്ടെന്ന് തോന്നാം നെയ്ബർക്ക് മുറിവേൽക്കുന്നതും ഞാൻ ഈ എന്റെ കുടുംബബന്ധം തമ്മിൽ എന്താ ബന്ധം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഉണ്ട്, ബന്ധങ്ങളുണ്ട്. ഒരു നാട്ടിലൊരു കർഷകനുണ്ടായിരുന്നു. അയാൾ ഏറ്റവും നല്ല വിത്ത് മാത്രമേ വിതക്കൂ, ഏറ്റവും നല്ല വിള കിട്ടാൻ വേണ്ടി. പക്ഷെ അയാൾ ആ വിത്ത് വാങ്ങി വിതക്കുമ്പോ അയാളുടെ പറമ്പിലേക്ക്, പാടത്തിലേക്ക് മാത്രമുള്ള വിത്തല്ല വാങ്ങുക, പരിസരത്തുള്ള എല്ലാ പാടത്തിനുമുള്ള വിത്ത് വാങ്ങിയിട്ട് ഫ്രീ കൊടുക്കും, ഇയാളുടെ പറമ്പിലും പരിസരത്തും. അപ്പോഴാണ് നിങ്ങൾക്ക് ഭ്രാന്ത, നിങ്ങൾക്ക് ആകെ ഒരു പറ വിത്ത് വേണം, നിങ്ങൾ 100 പറ വാങ്ങിച്ചിട്ട് എന്തിനാ എല്ലാവർക്കും കൊടുക്കുന്നത്? അതായത് ഉത്തരം പറഞ്ഞാൽ അറിയോ? എന്റെ പറമ്പിൽ ഞാൻ വിതയ്ക്കുന്ന വിത്ത് മാത്രമല്ല പരസ്പരം പരാഗണം നടത്തുന്നത്, അടുത്ത പറമ്പിലെ വിത്തും ഇതുമായി പരാഗണം നടത്തും. അപ്പൊ എനിക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ അപ്പുറത്തും നല്ല വിത്തുണ്ടാകണം. സോ നിങ്ങൾ അപ്പുറത്തുള്ളവരെയും കേൾപ്പിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാവരും കൂടി ചേർന്നതിന്റെ റിസൾട്ട് ആയിരിക്കും നമ്മുടെ ഫാമിലി. അപ്പുറത്തവരെ മുറിവേൽപ്പിച്ചിട്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. അത് ഒരു സൈക്കോളജിയാണ്. കാരണം മലയാളത്തിലൊരു ചൊല്ലുണ്ട്, മറ്റേയാളുടെ മുഖത്ത് ചളിവാരി എറിയണമെങ്കിൽ ആദ്യം എന്റെ കയ്യിൽ ചളി പറ്റണം. വേണ്ട, അല്ലാതെ ചളി അറിയാൻ പറ്റില്ലല്ലോ. എന്റെ കയ്യിൽ ചളി പറ്റിയാലേ അയാൾ അറിയാൻ പറ്റും. അപ്പോ അപ്പുറത്തുള്ളവരെ മുറിവേൽപ്പിക്കണമെങ്കിൽ എന്റെ മനസ്സിനകത്ത് ഒരു മുഴുക്കുത്തുണ്ടാവണം. അത് ഉള്ളിടത്തോളം എന്റെ വീട്ടിൽ സമാധാനം കിട്ടില്ല. സോ ഹാം നോ വൺ. അതിനെന്താ ചെയ്യണമെന്ന് അറിയാമോ? കാണുന്നവരൊക്കെ ഇയാൾ ഞാൻ തന്നെയാണ് ചിന്തിക്കുന്നത്, ഇയാൾ ഞാൻ തന്നെയാണ്. സത്യത്തിൽ അങ്ങനെയാണ് കേട്ടോ. സത്യത്തിൽ എല്ലാ മനുഷ്യരും ഒന്നാണ്. ഖുർആനിൽ പ്രയോഗമുണ്ട്, ഖാലിദീന ഫീഹ, നിത്യവാസിയാണ്. എങ്ങനെയാ നിത്യവാസം? എനിക്ക് 54ാമത്തെ വയസ്സ് വരെയാണ്. ഡിസംബർ 2-ാം തീയതിയാണ് എന്റെ ബർത്ത്ഡേ. ഇനി ഒരാഴ്ച കൂടിയുള്ളൂ. എന്തെങ്കിലും ഗിഫ്റ്റ് തരുന്നുണ്ടെങ്കിൽ ഞാൻ അഡ്രസ് തരാം. ക്ഷണിച്ചാലല്ല. 54 വർഷമായി. ഇനി എത്ര കൊല്ലം ഞാനിവിടെ ജീവിക്കും? പക്ഷെ നമ്മള് നോർമലി പറഞ്ഞാൽ ഒരു 10 കൊല്ലം 15 കൊല്ലം അല്ലേ? ഈ 10-15 കൊല്ലം മാത്രം ജീവിക്കാം. ഇനി അഥവാ ഇനി പരമാവധി ഒരു ബോണസ് പീരീഡ് കൂടി കിട്ടിയാൽ ഒരു 25 കൊല്ലം. ഇനി ഞാൻ എങ്ങനെയാ ശാശ്വതനാണെന്ന് പറയുക? എങ്ങനെയാ മനസ്സിലാക്കണം? ഞാൻ എങ്ങനെയാണ് ശാശ്വതനാകുന്നതെന്ന് അറിയാം. എന്റെ മകൻ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടവനാണ്. എന്റെ മകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടവളാണ്, ആണല്ലോ. അവൾക്ക് വേദനിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല. പറ്റുമോ? സഹിക്കോ? അവന് വേദനിക്കുന്നത് എനിക്ക് സഹിക്കില്ല. പിന്നെ നാളെ അവന് മകനുണ്ടാവും, ആ മകന് വേദനിക്കുന്നത് അവന് സഹിക്കോ? ഇല്ല. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ചെയിൻ. അതിന്റെ അർത്ഥം എന്റെ മകൻ ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് അവര് വേദനിക്കുമ്പോൾ എനിക്ക് വേദനിക്കും. എന്റെ മകൻ ഞാൻ തന്നെയാണ്, എന്റെ അച്ഛനാണ് ഞാൻ, ആണല്ലോ. ഒന്ന് മുതൽ അവസാനം വരെ ഉള്ളവരെല്ലാം ഒറ്റ ഒന്നാണ്, എല്ലാ മനുഷ്യരും, ആണല്ലോ. ഈ ഭൂമിയിലെ 1000 വർഷത്തിന് ശേഷം ജീവിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഞാൻ തന്നെയാണ്. അപ്പോഴാണ് ഞാൻ ശാശ്വതനാവുന്നത്. അവന് വേണ്ടി കൂടെ വേണം ഞാൻ ജീവിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രകൃതിയെ കല്യാണം കഴിക്കണമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഈ പ്രകൃതി ഇങ്ങനെ തന്നെ തലമുറകൾ, പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ ഇവിടെ നിലനിൽക്കണം. അല്ലെങ്കിൽ നാളെ ഞാൻ എവിടെ ജീവിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കി. ചൈനയിലെ ബീജിംഗിൽ 2 വർഷം മുമ്പ് കാനഡയിൽ നിന്ന് 2 ഷിപ്മെന്റ് ഓക്സിജൻ കൊണ്ടുപോയി ബീജിംഗിന്റെ എയറിൽ ഇങ്ങനെ തുറന്നു വിട്ടു, അറ്റ്മോസ്ഫിയർ, ബിക്കോസ് there is a shortage of oxygen. മനസ്സിലാക്കണം. ബോംബെയിലെ സ്ട്രീറ്റിൽ വായുവിനെ വലിച്ചെടുത്ത് ശുദ്ധീകരിക്കുന്ന 12 മെഷീനുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇപ്പോ now you think of a period after 100 years, 100 കൊല്ലത്തിന് ശേഷം കണ്ണൂരിന്റെ അവസ്ഥ എന്തായിരിക്കും സർ? ഓരോ വീട്ടിലും ഇത് വെക്കേണ്ടി വരും. 1000 കൊല്ലത്തിന് ശേഷം എത്ര മെഷീൻ വെക്കേണ്ടി വരും? എവിടെ ജീവിക്കും? ആലോചിച്ചിട്ടുണ്ടോ?
ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, കരയിലും കടലിലും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് നിന്റെ പ്രവർത്തനങ്ങളാണ്. ആരുടെ പ്രവർത്തനം? മനുഷ്യന്റെ പ്രവർത്തനം. ആ പ്രവർത്തനത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാകണമെങ്കിൽ യു ഹാവ് ടു മാരി ദ നേച്ചർ. ഈ പ്രപഞ്ചത്തെ നീ കല്യാണം കഴിക്കണം. അതിന്റെ പ്രൊഡക്ടിവിറ്റി നശിപ്പിച്ചുകൂടാ. സോ അതിലേക്കാണ് ഞാൻ പറഞ്ഞത്, harm no one, see yourself in him and be positive, always be positive. എല്ലാ അബദ്ധങ്ങളും എല്ലാ അപകടങ്ങൾക്കും ഒരു മറുവശമുണ്ട്. അതിനൊരു നന്മ കാണാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് ഉണ്ടാവും. ഇഫ് യു തിങ്ക് യു ക്യാൻ, യു ക്യാൻ. ഇഫ് യു തിങ്ക് യു കനോട്ട്, യു കനോട്ട്. ഹെൻറി ഫോർഡ് പറഞ്ഞതാണ്. കഴിയുമെന്ന് വിചാരിച്ചാൽ കഴിയും, കഴിയില്ല എന്ന് വിചാരിച്ചാൽ കഴിയില്ല. സിമ്പിൾ. ഒരു ഉദാഹരണം പറയാം. ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മരത്തിന് മേലെ ചാടി കയറി. അവന്റെ പുറകെ അവന്റെ അനുജനും കയറി. രണ്ടുപേരും ഒരു മരത്തിൽ ഇങ്ങനെ കയറിപ്പോയി. ഇവനെ അറിയാതെ കുറെ മേലെ എത്തിപ്പോയി. അതിന് തൊട്ട് താഴെ രണ്ടാമനും. അപ്പോഴാണ് അമ്മയും അച്ഛനും വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. രണ്ടുപേരും കാണുമ്പോൾ ഇവരാകെ പേടിച്ചിരിക്കുമ്പോ അതേ സമയത്ത് ഒരു കാറ്റടിച്ചു. ഈ മരം ഇങ്ങനെ ആടി തുടങ്ങുമ്പോ അച്ഛനും അമ്മയുടെ ഉള്ളിൽ ഇങ്ങനെ കാണും. അപ്പോ അമ്മ പറഞ്ഞ് മോനെ വീഴല്ലേ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ് പിടിച്ചിരുന്നോണം മോനെ എന്ന് പറഞ്ഞു. ഇവരാരും വീഴും. അമ്മ പറഞ്ഞു മോനെ വീഴല്ലേ, അച്ഛൻ പറഞ്ഞു പിടിച്ചിരുന്നോളണം. ആരാ ഇതിന്ന് വീഴുക? വീഴല്ലേ എന്ന് പറഞ്ഞവൻ വീഴും. എന്താ കാരണം അറിയോ? വീഴുക എന്നതിന്റെ വ്യക്തിയാണ്. അവന്റെ മനസ്സിൽ ആദ്യം പതിയുന്നത് വീഴുന്ന ചിത്രമാണ്. അരുത് എന്നതിന് ചിത്രമില്ല. ഉണ്ടോ? അരുത് എന്നതിന് ചിത്രമില്ല. വീഴുക എന്നതിനാണ് ചിത്രം. മനസ്സിനെ മനസ്സിലാകുന്ന ഭാഷ ഇമേജസ് ആണ്, ചിത്രങ്ങളാണ്. വാക്കുകൾ മനസ്സിലാവില്ല. ചിത്രങ്ങൾ മാത്രമേ മനസ്സിന് മനസ്സിലാവൂ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ അനുജൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താണ്? അനുജൻ എന്ന വാക്കാണോ അല്ല അനുജന്റെ രൂപമാണോ? രൂപം. പേന എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? രൂപം. ചിത്രങ്ങൾ മാത്രമേ മനസ്സിന് മനസ്സിലാവൂ. See, I'm telling you pure psychology. മനസ്സിലാക്കണം. സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി ഈ സ്ത്രീ സിദ്ധവൈദ്യന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഉസ്താദെ സൗന്ദര്യം വർദ്ധിക്കാൻ എന്താ മരുന്ന് ചോദിച്ചു. ഓ മരുന്നുണ്ട്, നീ ഐശ്വര്യ റായിയേക്കാളും സുന്ദരിയാക്കാനുള്ള മരുന്നുണ്ട് എന്റെ കയ്യില്. ഇത് പറയുമ്പോ അയാളൊന്ന് നോക്കണം. നമ്മളിതൊന്നും ചിന്തിക്കൂല. എന്താ അറിയോ? എന്താണ് തലയിൽ മുടി വളരാൻ വേണ്ടിട്ട് ഒരു മരുന്നുണ്ടല്ലോ, ഞാൻ ധാത്രിയുടെ ചെയർമാന്റെ തലയിൽ മുടിയില്ല. ഇതായിരുന്നു സത്യമാണ്. ആർക്കും അറിയില്ല. അത് നോക്കില്ല. അത് അയാൾക്ക് കുറച്ച് വാരി തേച്ചൂടെ? അത് തേക്കില്ല. നാട്ടുകാരെ മുഴുവൻ തലയിൽ മുടി നടാൻ നടക്കാണ് ഇയാളെ തലയില്ല. ഇതുപോലെയാണ് ഇയാളുടെ കോലം മനസ്സിലാകാതെ ഈ സ്ത്രീ ഇത് വാങ്ങി. എന്നിട്ട് പറഞ്ഞു, നീ ഒറ്റ പ്രാവശ്യം തിന്നാ മതി, ഒറ്റ പ്രാവശ്യം. അതോടുകൂടി നീ ഭൂമിയിൽ ഏറ്റവും വലിയ സുന്ദരിയായിട്ട് മാറും. അപ്പൊ ഇവരിങ്ങനെ ഇത് വാങ്ങിയിട്ട് അതിനെ 10,000 രൂപ അയാൾ ഫീസ് കൊടുത്തു. ഇറങ്ങി വീട്ടിൽ ഇങ്ങനെ ഇറങ്ങാൻ പോകുമ്പോൾ അയാൾ പുറകെ വിളിച്ചു പറഞ്ഞു, ഒരു കണ്ടീഷൻ ഉണ്ട്. അതാണ് ഇതിലാണ് ഇവരുടെ ട്രിക്ക്. എല്ലാത്തിനും ഒരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ഒരിക്കലും നമുക്ക് പാലിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടില്ല. അതിൽ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നു, അത് പാലിച്ചോ ഇല്ലയോ എന്ന് തോന്നുന്നു. ആ സംശയത്തിലാണ് അവർ പിടിച്ചു നിൽക്കുക. എല്ലാ ഉസ്താദന്മാരും എല്ലാ പൂജാരിമാരും ഇതിലാണ് കിടക്കുന്നത്. മനസ്സിലായി? എന്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോ മലപ്പുറത്തെത്തിയവൻ പറഞ്ഞു, ഇവിടെ ഒരു വലിയ ഉസ്താദുണ്ട്, എല്ലാ ദാരിദ്ര്യവും ഈ മനുഷ്യൻ മാറ്റിത്തരും. എന്തോ മന്ത്രം ഉണ്ടായിട്ട് ഒന്ന് പോണമെന്ന് പറഞ്ഞു. പോയി അവിടെ ചെന്നപ്പോ 1 രൂപ ഇങ്ങനെ മന്ത്രിച്ച് ഊതിയിട്ട് ഇയാൾ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പേഴ്സിൽ വെക്കുക, പുറത്തെടുക്കരുത്, ഒരിക്കലും ഇത് പുറത്തെടുക്കരുത്, ദാരിദ്ര്യം മാറുമെന്ന് പറഞ്ഞു. എണ്ണീത് വെച്ചു. എന്നിട്ട് വന്നു 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, ഇവരോട് ഇതിന്റെ ദാരിദ്ര്യം മാറിയോ? മാറിയില്ല. പക്ഷെ അയാളുടെ ദാരിദ്ര്യം മാറി. 1 രൂപയ്ക്ക് പകരം ഇവൻ അങ്ങോട്ട് കൊടുത്തത് 1000 ആണ്. മനസ്സിലായോ? ഇതെല്ലാം തട്ടിപ്പ് കിടക്കുന്ന എവിടെയാ? നമുക്ക് തരുന്നത് ഇതിന്റെ പുണ്യത്തിൽ പൊതിഞ്ഞിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റി, പകരം പുണ്യത്തിൽ പൊതിയാതെ വലിയൊരു ക്വാണ്ടിറ്റി അവർക്ക് കിട്ടും. അവർക്ക് അതാ വേണ്ടത്. നമുക്ക് മരിച്ചിട്ട് കിട്ടുന്ന സ്വർഗം മതി, അവർക്ക് പോലെ. അവർക്ക് ഇപ്പൊ തന്നെ വേണം സ്വർഗം. മനസ്സിലായോ? ഇപ്പൊ അവർ ഈ ഭൂമിയിൽ സ്വർഗം പണിയുകയാണ് നമ്മളെ കാശ് കൊണ്ട്. നമ്മളോടൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മരിച്ചിട്ട് കിട്ടും, മരിച്ചു കഴിഞ്ഞിട്ട്. ഇവിടുത്തെ സ്വർഗം നമ്മൾ അതിനുവേണ്ടി നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ തട്ടിപ്പ്. അങ്ങനെ
എന്തായിരുന്നു നമ്മൾ പറഞ്ഞു വന്നത്? സിദ്ധവൈദ്യന്റെ അടുത്ത് നിന്ന് മരുന്ന് വാങ്ങിയിട്ട് ഇറങ്ങുമ്പോ സിദ്ധവൈദ്യൻ അയാളോട് പറയാണ്, കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ മരുന്ന് കഴിക്കുമ്പോ കുരങ്ങനെ ഓർക്കാൻ പാടില്ല. മരുന്ന് കഴിക്കുമ്പോ കുരങ്ങനെ ഓർക്കാൻ പാടില്ല. എന്താ സംഭവിക്കുക? എന്ന് ആലോചിച്ച് നോക്കിയത്. ഈ മരുന്ന് കാണുമ്പോ കുരങ്ങനെ ഓർമ്മ ഇവർക്ക് മരിക്കുന്നവരെ ഇത് തിന്നാൻ കഴിയില്ല. കഴിയോ? എന്തുകൊണ്ടാ? ബിക്കോസ് മനസ്സിന് ഓർക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് മനസ്സിന് മനസ്സിലാവില്ല. മനസ്സിന് മനസ്സിലാവുക കുരങ്ങൻ എന്ന ഭാഷയാണ്. ഈ ഗുളികയുമായി ഈ സാധനവുമായി ലിങ്ക് ചെയ്യുന്നത് ഈ കുരങ്ങൻ എന്ന വാക്കിനെയാണ്. ഉടനെ ഇത് കാണുമ്പോൾ കുരങ്ങൻ ഓർമ്മ വരും. പകരം അയാള് ഇത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഒന്നും പറയാതിരുന്നെങ്കിൽ ചിലപ്പോ ഇവർക്ക് കുരങ്ങനെ ഓർമ്മ വരില്ല. വരുമോ? അവർ പറഞ്ഞപ്പോഴാണ് അയാൾ ബോധപൂർവ്വം പറഞ്ഞതാ. കാരണം അയാൾക്ക് രക്ഷപ്പെടണം. അയാൾക്കറിയാം ഇത് തിന്നാൽ ഇവിടെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും, ഒരു കാലത്ത് സുന്ദരിയാവുക. ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചവരൊക്കെ നമ്മളെ പോലെ തന്നെയല്ലേ ജീവിച്ചത്? ആണല്ലോ. അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടായിരുന്നോ? നത്തിങ്. അവർക്കുണ്ടായിരുന്ന ഒരേ ഒരു എക്സ്ട്രാ എന്താണെന്നറിയോ? അവർക്ക് പോസിറ്റീവ്സ് മാത്രമാണ് കൂട്ടുണ്ടായിരുന്നത്, നെഗറ്റീവ്സ് ഉണ്ടായിരുന്നില്ല. സോ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പോസിറ്റീവ് പറയുക, പോസിറ്റീവ് ചെയ്യുക. ഓക്കെ.